മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാ. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് കടന്നു പോകുമ്പോൾ ആ പ്രവാചകന്റെ വലതും ഇടതും രണ്ടുപേരും കിടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേര് കിടക്കുന്നുണ്ടല്ലോ. ആ രണ്ടുപേരിലെ ഒരു സ്വഹാബിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. ഉമർ തങ്ങൾ പള്ളിയിലേക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാ. അല്ലാഹുവിന്റെ പള്ളിയിൽ പടച്ചവനെ സുബ്ഹി ബാങ്ക് വിളിക്കുകയാണ്. അസ്സലാത്തു ഖൈറും മിനൻ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോ സ്വഹാബികൾ മുഴുവനും നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോവുകയാ. ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നോ. നിസ്കരിക്കാൻ സമയമായി. അവിടുന്ന് മുഅദ്ദിന് ഇഖാമത്ത് കൊടുക്കുകയാണ്. ഉമർ തങ്ങൾ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിൽക്കുകയാ. ഉമർ തങ്ങൾ പടച്ചവനെ കേറിയിട്ട് ഇമാമായി നിന്നു. അവിടുന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടുകയാണ്. പടച്ചവനെ ഹദാ വജ്ജഹത്ത് ബോധി. ഉമർ തങ്ങൾ ഫാത്തിഹ ബോധി. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ ഓതുകയാ. സുബ്ഹിയുടെ സമയമാണ്. സുബ്ഹിക്ക് നമസ്കരിക്കുകയാണ്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പടച്ചവനെ അവിടുന്ന് സൂറത്തു ത്വാഹ ഓതുകയാ. അതാ എല്ലാവരും നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, അതാ വിഷം കടർത്തിയ ഒരു കടാരയുമായി പള്ളിക്കകത്ത് കടന്നു വരികയാ. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ തങ്ങളുണ്ടല്ലോ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ തങ്ങളുണ്ടല്ലോ, ആ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് ഓടി വന്നിട്ട് വിഷം കടർത്തിയ കടാരയങ്ങ് കുത്തിക്കേറ്റുകയാണ്. ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് ആ കത്തി അവിടെ നിന്ന് കുത്തിക്കേറ്റുകയാ. പടച്ചവനെ, ഉമർ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമങ്ങ് ഒഴുകാൻ തുടങ്ങി. ഈ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി ഉണ്ടല്ലോ, ഇറങ്ങി പോകുന്ന സമയത്ത് പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബികള്, ഏഴോളം വരുന്ന സ്വഹാബികളെയും അവിടെ നിന്ന് കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. പടച്ചവനെ, എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ തന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ഉമർ തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ്. ആ പള്ളിക്കകത്ത് ഒരുപാട് സ്വഹാബികൾ കുത്തുകൊണ്ട് താഴെ കിടക്കുകയാ. എന്നാ ഒരാള് പോലും കൈയടിച്ചില്ല, ഒരാള് പോലും ഇറങ്ങി ഓടിയില്ല. നമസ്കരിക്കാൻ കെട്ടിയ കൈയുണ്ടല്ലോ, അതുപോലെ കെട്ടിയിട്ടവിടെ നിൽക്കുകയാ. ഉമർ തങ്ങൾക്ക് മനസ്സിലായി ഇമാമത്ത് നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഉമർ തങ്ങൾ വിളിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവനെ അവിടുന്ന് സൂചന കൊടുക്കുകയാണ്. ഉമർ തങ്ങളുടെ പുറകിൽ നിന്നിരുന്ന സ്വഹാബിയുണ്ടല്ലോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുണ്ടല്ലോ, മുന്നോട്ട് കേറുകയാ. ഉമർ തങ്ങൾ പിടഞ്ഞ് താഴെ വീണു. ഈ സ്വഹാബി അവിടെ നിന്നുകൊണ്ട് നമസ്കാരം തുടരുകയാ. മോനെ, കാലിന്റെ ചുവട്ടില് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് പിടയുകയാ. ആ സമയത്താണ് പള്ളിക്കകത്ത് നമസ്കാരം നടക്കുന്നത്. സാധാരണ ആളല്ല കിടക്കുന്നത്, ഇസ്ലാമിന്റെ ഖലീഫയാണ്, പള്ളിയിലെ ഇമാമാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോഴും കെട്ടിയ കൈ പോലും അടിച്ചു മാറ്റാതെ ആ പള്ളിക്കകത്ത് നിൽക്കുന്ന
നിൽക്കുന്നവര് മുഴുവനും നിസ്കരിക്കുകയാ. ആ പള്ളിയിൽ ഉമർ തങ്ങളുടെ മകനുണ്ട്. ആ നിസ്കാരത്തില് ഉമർ തങ്ങളുടെ മകനും നിസ്കരിക്കാനുണ്ട്. വാപ്പയാണ് കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുന്നത്. എന്തുകൊണ്ടാണ് അവര് കെട്ടിയ കൈയടിക്കാനതെന്നറിയുമോ? ആ കെട്ടിയ കൈയടിക്കാത്തതിന്റെ കാരണം നിനക്ക് തിരിയൂല. കാരണം കൊതുവ് കടിച്ചാൽ അറിയുന്നവരാ. ഉമർ തങ്ങളതാ മരണത്തോട് മല്ലടിക്കുമ്പോഴും അവര് നമസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവേ, കൈകെട്ടികെട്ടു പറയുന്നത് എന്താടാ? പഞ്ചകത്വന്റെ അർത്ഥം പഠിക്ക്. എന്തേ കൈകെട്ടികെട്ടു പറയുന്നത്? അല്ലാഹുവിനോട് പറയുന്നു, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. അല്ലാഹുവിനോട് കരാർ ചെയ്യുകയാണ്. പടച്ചവനെ, നീയാണ് എന്റെ റബ്ബ്, നീയാണ് പടച്ചവനെ ഏറ്റവും വലിയവന്. എന്റെ ജീവിതവും എന്റെ ചലനവും എന്റെ മരണവും എന്റെ സർവ്വതും നിനക്കാണല്ലാ. പടച്ചവനോട് കരാർ ചെയ്യുകയാ. അതുകൊണ്ടാണ് കൈയടിക്കാനത്. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിലാണ് അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞോ? എല്ലാവരും ഓടുകയാണ്, എല്ലാവരും ഓടിക്കൂടുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാ. എല്ലാവരും അടുത്തു വന്നു, എല്ലാവരും അടുത്തു വന്നു. ഉമർ തങ്ങളെ വിളിക്കുമ്പോ ഉമർ തങ്ങൾ ഉണരുന്നില്ല. ഉമർ തങ്ങളെ വിളിക്കുകയാണ്, എഴുന്നേക്കുന്നില്ല, എഴുന്നേക്കുന്നില്ല. സ്വഹാബത്തിന് വലിയ വിഷമമാവുകയാണ്. അപ്പോഴാണ് പള്ളിക്കകത്തിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ പറയുകയാ, എന്റെ വാപ്പ എഴുന്നേക്കണോ, എന്റെ വാപ്പ എഴുന്നേക്കണോ. ഞാൻ പറയുന്ന ഒരു കാര്യം ആരെങ്കിലും ആ ചെവിയിലൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ ഉപ്പാന്റെ ചെവിയില് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. ഉമർ തങ്ങളുടെ ചെവിയില് എന്തേ പറയാ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? നമസ്കരിക്കാ സമയമായി, നമസ്കരിക്കാ സമയമായി, നമസ്കരിക്കാ സമയമായി ആരെങ്കിലും ഒന്ന് ചെവിയിൽ പറഞ്ഞു കൊടുക്ക്. ഒരു സ്വഹാബി ഉമർ തങ്ങളുടെ ചെവിയിൽ പറയുമ്പോ, നിസ്കാരമെന്ന് പറയുമ്പോൾ ഞെട്ടിയങ്ങുണരുകയാ. ഒന്നാമത് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? സ്വഹാബാ, നിസ്കരിച്ചോ സ്വഹാബാ, നിസ്കരിച്ചോ സഹാബാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ വായിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ, വയറ്റിലൂടെ വെളിയിലേക്ക് പോകുകയാണ്. പടച്ചവനെ, മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എല്ലാവരും അടുത്തു വരുന്നുണ്ട്. ഉമർ തങ്ങളെ സമാധാനിപ്പിക്കുകയാ, ഉമർ തങ്ങളെ സമാധാനിപ്പിക്കുകയാ. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് കടന്നു വന്നു. ഉമർ തങ്ങൾ ഖലീഫയല്ലേ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയല്ലേ. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഉമറേ, എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ ഉമറേ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നു പോയവരാ. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ? മുത്തുനബി ഇഷ്ടപ്പെടുന്ന മനുഷ്യനായില്ലേ? നിങ്ങൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായില്ലേ? പടച്ചവനെ, ലോകത്ത് ഒരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യമല്ലേ അല്ലാഹു നിങ്ങൾക്ക് നൽകിയത്? ഈ മദീനത്ത് കടന്ന് ഷഹീദാകാൻ, ഈ യുദ്ധം ഹറാമാക്കിയ ഈ നാട്ടിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ഷഹീദായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നില്ലേ ഉമറേ?
എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ആ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. ആ ചെറുപ്പക്കാരൻ തിരിച്ചു നടക്കുകയാണ്. മനസ്സിലേക്ക് സന്തോഷത്തിന്റെ വാർത്തകൾ പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ തിരിച്ചു നടന്നു പോകുമ്പോ ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ. ആ മരണത്തോട് മല്ലടിക്കുന്ന അവസാന സമയത്ത് തന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു രംഗം കണ്ടപ്പോ ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യ. ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, മോനെ, പൊന്നുമോനെ, ഒന്ന് നിൽക്കടാ പൊന്നുമോനെ, എന്തേ പറയുന്നതെന്നറിയുവോ? ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയുന്നു, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അത് ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. അല്ലാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടൂല, അവന് സ്വർഗത്തിൽ കിടക്കില്ല എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ മരിക്കാൻ കിടക്കുമ്പോൾ അടുത്ത് വന്ന് നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണേ? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് തങ്ങളെ കൊല്ലാൻ പോയവനല്ലേ? നിങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് തന്നില്ലേ? റസൂലുള്ള ഇഷ്ടപ്പെടുന്ന സഹാബിയായില്ലേ? ബദരീങ്ങളിൽ പെട്ടില്ലേ? നിങ്ങൾ ഖലീഫയായില്ലേ? ഈ മദീനത്ത് കിടന്നിട്ട് ഒരാൾക്കും ഷഹീദാകാൻ പറ്റൂല. നിങ്ങൾക്ക് അല്ലാഹ് ഇത്രയും വലിയ ഭാഗ്യം തന്നില്ലേ? എന്തിനാ കരയണേ? തിരിച്ചു പോകുന്ന സമയത്ത് ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞെരിയാണിക്ക് താഴെയാണ് നിന്റെ വസ്ത്രം കിടക്കുന്നത്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേറ്റ് നേരെ നിന്ന്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നേരെ നിന്ന്. എന്നിട്ട് ഇനി നിങ്ങൾ നോക്ക്, നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ എന്ന്. ഇനി നോക്ക്, അഹങ്കാരം ഉണ്ടോ? അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം അത് പാൻ്റാണെങ്കിലും മുണ്ടാണെങ്കിലും നിന്റെ ഞെരിയാണിക്ക് താഴെയാണോ അത് കിടക്കണേ? എന്തേ, അത് തെറ്റല്ലേ? അത് പാപമല്ലേ? ഓ, എന്ത് പാപം ഉസ്താദേ, എന്ത് പാപല്ലേ? ഇതാണോ വലിയ പാപം? നമുക്ക് നിസാരവാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ട് വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. അവൻ രക്ഷപ്പെടൂല. അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. അപ്പൊ മുണ്ട് പൊക്കി കൊടുത്ത്, ഞെരിയാണിക്ക് താഴെ കിടക്കുന്നവർ മുണ്ട് പൊക്കി കൊടുത്തിട്ടിരിക്കുക. കാരണം അഹങ്കാരിയുടെ ഒരു ദുആയും ഒന്നും അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോൾ റോഡ് തൂത്തോണ്ടാ പോണേ. പള്ളിയുടെ മുറ്റത്തുകൂടെ നടത്തി എന്തിനാ നീ വെറുതെ ചൂല് കൊണ്ട് തൂക്കണേ? നീ എന്തിനാ ആമിനാത്ത ചൂല് കൊണ്ട് തൂക്കണേ? നീ ഫർദ് ഇട്ടുകൊണ്ട് വീടിന്റെ റൗണ്ടും നടന്നാ പോരെ? ഇങ്ങനെ യക്ഷി നടക്കുന്നത് പോലെ വലിച്ചോണ്ട് നടക്ക. റോഡിൽ കിടക്കണ പട്ടി നടന്നു പോകുന്ന വഴിയിലൂടെ നീ ഇത് ഇട്ടുകൊണ്ട് പോണേ. എന്നിട്ട് നിസ്കരിക്കണം, അതിട്ടണ്ട. പട്ടി നടക്കുന്ന വഴിയിലൂടെ നീ ഇങ്ങനെ വലിച്ചെടുച്ചോണ്ട് നടക്കും. എന്നിട്ട് നിസ്കരിക്കുമ്പോഴും അതുകൊണ്ടാ വീടിനകത്ത് കയറണേ, നിസ്കാര റൂമിനകത്ത് കയറണേ, നിസ്കരിക്കുന്ന അതുകൊണ്ട്. ഖുർആൻ പട്ടി തൊട്ട 7 വെള്ളത്തിൽ കഴുകണമെന്ന. അപ്പൊ നീ എന്ത് ചെയ്യണം? നിന്റെ ഫർദ് എവിടെ കൊണ്ടിട്ട് മുക്കണം? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാരമായി പോയി. ഞെരിയാണിക്ക് താഴെ വസ്ത്രം മുകളിലോട്ട് പൊക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ആരോടാ ഇത് പറയണത്? ഇപ്പത്തെ ചെറുപ്പക്കാര് മുട്ടിന് മുകളിലുള്ളതല്ലേ ഇത്, ഔറത്ത് പോലും മറക്കണില്ല, നിക്കറിട്ടുണ്ടാ നടക്കണേ. നിക്കറിട്ടുകൊണ്ട് നടക്കണ ചെറുപ്പക്കാരോടാ ഇത് പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് നാണം കെട്ടുവരുന്ന ഒന്നാമത്തെ വിഭാഗം അഹങ്കാരികളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. 2, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ വിഭാഗം ആരാ?
പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇത് പറയുമ്പോ നമ്മളിൽ പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയേണ്ടത് പറയണമല്ലോ. നാളെ പരലോകത്ത് നാണം കെട്ട് വരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിഭാഗം പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരൊക്കെ അല്ലാഹു കാക്കുമാറാകട്ടെ. ഉത്തരവാദിത്തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനല്ല. ചുമ്മാതെല്ലാത്തിനും പ്രസിഡന്റ് ആവണം, സെക്രട്ടറി ആകണം, അവനാകണം, ഇവനാകണം, ഇതൊക്കെ ആകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. പരിശ്രമിക്കുവാനും കഷ്ടപ്പെടാനും ആർക്കും വയ്യ. ഒന്നിനും സമയമില്ല. നിന്നെ കൊണ്ട് സമയമുണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് നീ നിൽക്കാവൂ. നിർമ്മാണ കമ്മിറ്റിയാണെങ്കിലും പള്ളി കമ്മിറ്റിയാണെങ്കിലും പരിപാലിക്കാൻ സമയം ഉണ്ടെങ്കിൽ മാത്രമേ നീ നിൽക്കാവില്ലെങ്കിൽ നിന്നെ ആരും വിളിച്ചില്ലല്ലോ, നീ വീട്ടിൽ പോയിരി. എന്റെ പ്രിയപ്പെട്ടവർ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വീഴ്ച വരുത്തരുത്. അത് വളരെ കളിയല്ല, നിസാരമല്ല. ഇവിടുത്തെ കമ്മിറ്റിക്കാരാണെന്ന് എനിക്കറിയില്ല. അള്ളാഹു അവർക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ അപ്പൊ ഇലക്ഷൻ ആണോ? എന്റെ ഹത്തീബ് ഉസ്താദ്, ഇലക്ഷന് ഓരോ നാട്ടില് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന പോലെ പള്ളിയിൽ ഇലക്ഷൻ നടക്കുന്നത്. ആരാവാൻ? പ്രസിഡന്റ് ആവാൻ. സുബ്ഹാനല്ലാഹ്. പണ്ടുള്ള ആൾക്കാരോടൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നാട്ടുകാരെല്ലാവരും കൂടെ ഒരു വീട്ടിൽ പോയിട്ട് പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആവും. എനിക്ക് വയ്യ, ആരെങ്കിലും അയക്കൂ. ഇന്നോ അടുക്കള വാതിലിൽ കൂടെ പോയിട്ട് പറയും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എനിക്ക് വോട്ട് തരണേ എന്ന്. ആരാവാൻ? ആലിച്ചൂക്ക്. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത കഴിഞ്ഞ് നിസ്സാരമല്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന ഭരണം ഉമറിന്റെ ഭരണവാ. ഏത് ഉമറെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തന്റെ ഓഫീസിൽ ഇരിക്കുകയാ. ഖലീഫയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ ഓഫീസിൽ ഇരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കയറി വന്നു. കമ്മിറ്റിക്കാരൊക്കെ കേട്ടോണം കേട്ടോ. ഒരു കുടുംബക്കാരനായ ഒരു മനുഷ്യൻ കയറി വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓഫീസിനകത്ത് കയറി വന്നിട്ട് അങ്ങോട്ട് ഇരുന്ന ഉടനെ ഉമർ തങ്ങൾ വിളക്കം കണച്ചളഞ്ഞു. ഉമർ തങ്ങൾ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചു. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തിനാ വിളക്കണച്ചേ? എന്തുകൊണ്ടാണ് വിളക്കണച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയാണ്. ഇത് ബൈത്തുൽ മാലിന്റെ പൈസ കൊടുത്തു വാങ്ങിച്ച എണ്ണയാ. ഈ എണ്ണ ഉപയോഗിക്കേണ്ടത് ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാ. നമ്മൾ കുടുംബക്കാര്യം പറയുമ്പോ ഈ വിളക്ക് കത്തി വെച്ചാൽ ഞാൻ അള്ളാഹിനോട് കണക്ക് പറയണം. നമ്മൾ കുടുംബക്കാര്യം പറയുമ്പോ, പേഴ്സണൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഈ വിളക്ക് കത്തിച്ച് വെച്ചാൽ ഇതിന് ഞാൻ അള്ളാഹിനോട് കണക്ക് പറയണം എന്ന് പറഞ്ഞ പള്ളിയുടെ കാര്യം. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, പള്ളിയുടെ കാര്യം ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാം. പള്ളിയുടെ വിഷയങ്ങൾ കമ്മിറ്റി ഓഫീസിനകത്തിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാൻ ഇട്ട് കാറ്റുകൊണ്ടോ കുഴപ്പമില്ല. പക്ഷേ കുടുംബക്കാര്യം പറയാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഓഫാക്കണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അതുകൊണ്ടാ സഹോദര, പണ്ടുള്ള ആൾക്കാർ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ചെരുപ്പ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഗേറ്റിൽ വെച്ച് ഇങ്ങനെ തട്ടും, കാലിങ്ങനെ തട്ടി കൊടയും. എന്തെന്നറിയോ? പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ടുണ്ടാകും. അത് ഗേറ്റിന് വെളിയിൽ കൊണ്ടിട്ട പള്ളിയുടെ മണ്ണ് വല്ലവന്റെ പറമ്പിൽ കൊണ്ടിട്ടതിന് അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും, പേടിച്ചിട്ട്. നമ്മളോ വാരുമ്പോ പോലും നമുക്ക് പേടിയില്ല. പള്ളിയുടെ പൈസ വാരി എങ്ങിട്ടെടുത്ത് പോക്കറ്റിൽ വെക്കുമ്പോൾ പോലും നമുക്ക് തോന്നാറില്ല. ഇതാ നമ്മുടെ അമാനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വലിച്ചു നോക്കിയേ. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ സ്വഹാബത്ത് പള്ളിക്കകത്ത് കിടന്നുറങ്ങിയിട്ട് അന്ന് സ്വഹാബികൾ സദക്ക കൊണ്ടുവന്നിട്ട് തലയണയിൽ അടി വെച്ചു കൊടുക്കും. രാത്രി കാലങ്ങളിൽ സദക്ക കൊണ്ടുവന്നിട്ട് തലകണയിൽ അടിയിൽ വെച്ചിട്ട് പോകും. കൊടുത്തത് ആരാന്നും അറിയില്ല, ആർക്കാണ് കിട്ടിയതെന്നും അവർക്കറിയില്ല. അങ്ങനെ ആയിരുന്നു സദക്ക കൊടുക്കണേ. ഇന്നത്തെ അവസ്ഥ നോക്കിക്കേ. ആരെങ്കിലും പള്ളിക്കകത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോ തലകണയിൽ അടിയിൽ നോക്കും, അവൻ വെച്ചത് അവിടെ ഇരിപ്പുണ്ടോന്ന്. കാരണം അടിച്ചോണ്ട് പോകുന്ന കാലം. വെള്ളിയാഴ്ച പള്ളി നിസ്കരിക്കാൻ വന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ കാലിൽ കയറുന്ന ആദ്യത്തെ ചെരുപ്പിട്ടുകൊണ്ട് പോണ ആൾക്കാരാ നമ്മുടെ ഈ പലരും. പള്ളി വന്നിട്ട് മോഷണം നടത്താം. ഈ പള്ളിയുടെ ബാത്റൂമിൽ ഇരിക്കണ കപ്പ്, ബാത്റൂമിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടിട്ടുണ്ടോ? പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടിട്ടുണ്ടോ? അതിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക. എന്തിന്? അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ.
സ്വന്തം ചെരുപ്പല്ലാതെ മറ്റൊരു ബാത്റൂമിലെ കപ്പ് ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുക. എന്തിനാ മനുഷ്യ? ഇതാ നമ്മുടെ അമാനത്ത്. എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു വീഴ്ച വരുത്താൻ പാടില്ല. വീഴ്ച വരുത്തിയാൽ അള്ളാഹ് നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ബോധം ഉണ്ടാകണം. ഏതൊരു വിഷയത്തിലാണെങ്കിലും ഒരു ഉത്തരവാദിത്തം. അത് പറഞ്ഞപ്പോഴത്തേക്ക് പറ ഉസ്താദെ, അത് കമ്മിറ്റിക്കാരോടല്ലേ? എടാ, നീയും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്, നിന്റെ ഭാര്യയുടെയും നിന്റെ മക്കളുടെയും. നീയും ഒരു ഭരണാധികാരിയാ. നിന്റെ വീട് ഭരിക്കുന്നതാരാ? നീയാ. നിനക്ക് ഭാര്യയുണ്ടല്ലോ, നിനക്ക് മക്കളുണ്ടല്ലോ, അവരുടെ ഉത്തരവാദിത്തം നിനക്കുള്ളതാണല്ലോ. എന്തുകൊണ്ട് നീ ആ ഉത്തരവാദിത്തം നല്ല രീതിയിൽ പാലിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ വെച്ചിട്ട് തന്റെ അവസാന പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പള്ളി കമ്മിറ്റി പോകട്ടെ, അതാ രാഷ്ട്രീയക്കാര് പോകട്ടെ, സംഘടനകൾ ഭരിക്കുന്നവര് പോകട്ടെ, നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ ഭരണാധികാരികളാ. ഓരോ ഭർത്താവും ഓരോ വാപ്പയും തന്റെ വീട്ടിലെ പരിപാലകനാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സഹാബാ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള്, അവരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു അവരെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, പരലോകത്തിലെ ഏറ്റവും നശിച്ചവനാരാ? അല്ലാഹു കരുണ കാണിക്കില്ല, അല്ലാഹു മുഖത്തു നോക്കൂല, അല്ലാഹു പരിഗണിക്കൂല. അല്ലാഹുവിന്റെ ഒരു കാരുണ്യവും ലഭിക്കാത്ത ഒരു മനുഷ്യനാരെന്നറിയുവോ? ഒരു വാപ്പയാ, ഒരു വാപ്പയാ, ഒരു വാപ്പയാ. ഏത് വാപ്പയെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമാക്കി കളയുന്ന മനുഷ്യ, നിന്നെ അല്ലാഹ് വെറുതെ വിടത്തില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും തലമറയ്ക്കുന്നില്ല, ഔറത്ത് മറച്ചിട്ടില്ല, പടച്ചവനെ സിനിമ കണ്ടുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു, നിസ്കരിക്കാതെ വീടിനകത്ത് കിടക്കുന്നു. തെറ്റാണെന്ന് നിനക്കറിയാം, നീ തിരുത്തൂല, നീ തിരുത്തൂല. നീ എത്ര നിസ്കരിച്ചവനാണെങ്കിലും നീ രക്ഷപ്പെടൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, ശരീരത്തിൽ തന്റെ 18 വയസ്സുള്ള മകള് ഇടാൻ പാടില്ലാത്ത വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണിച്ച് തലമറയ്ക്കാതെ നടക്കുമ്പോ ഒരു നേരെയുള്ള വസ്ത്രമിട എന്ന് പറയാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല. 18ഉം 19ഉം വയസ്സുള്ള നിന്റെ മക്കൾ നിസ്കരിക്കാതെ വീടിനകത്ത് കിടക്കുമ്പോ നിസ്കരിക്കട എന്ന് പറയാൻ നിനക്ക് പറ്റുന്നില്ല. നിന്റെ കൂടെ ബെഡിനകത്ത് രാത്രി മുഴുവനും കിടന്നുറങ്ങുന്ന ഭാര്യ, നീ സുബഹിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പള്ളിയിൽ പോകും ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കൂടെ കിടക്കുന്നവളോട് വിളിച്ചിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് പറയാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ ആ നാട് നന്നാക്കാൻ നടക്ക. എടാ, സ്വന്തം ഭാര്യയും മക്കളും അവര് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നീ തിരുത്തുന്നില്ലേ, നീ രക്ഷപ്പെടൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു കാക്കുമാറാകട്ടെ. ഉള്ളത് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്? ഞാൻ ഉള്ളത് പറയുന്നത് കൊണ്ടാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞതിന്റെ പേരിൽ ഇത്തിരി ദേഷ്യം വന്നാലും കുഴപ്പമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ രക്ഷപ്പെട്ട നീ മാത്രം പോയാൽ പോരല്ല സ്വർഗത്തിൽ. എന്തുകൊണ്ട് നിനക്ക് മാത്രമേ നിസ്കാരം നിർബന്ധമുള്ളോ? എടാ, ഒരു പെണ്ണിന്റെ ഒരു രോമം ഒരു പെണ്ണ് സലാം പറയാൻ പാടുണ്ടോ? അമുസ്ലിമിനോട് ഒരു അന്യ പെണ്ണിന് ഒരു അന്യ പുരുഷനോട് സലാം പറയാൻ പാടില്ലല്ലോ. മയ്യത്ത് കാണാൻ പറ്റുമോ? മയ്യത്ത് കാണാൻ പറ്റുവോടാ? മരിച്ചു കിടക്കുന്ന നിന്റെ ഭാര്യയുടെ മയ്യത്ത് കാണാൻ നീ എന്താ കേറി കണ്ടോ വിളിയ? കാണുന്നവനും പോകുന്നവനൊക്കെ വിളിച്ച് മയ്യത്ത് കാണാൻ അനുവാദമുണ്ടോ അള്ളാന്റെ ദീനില്? എന്താ മനസ്സിലാക്കാത്ത?
എന്റെ പെൺമക്കൾ എന്തേ? എടാ വീട്ടിലേക്ക് കയറി ചെന്ന് നോക്ക്. പുറത്തിറങ്ങുമ്പോ ഫർദ. വീട്ടിൽ പോയി നോക്കിക്കേ. നിന്റെ മോള് നടക്കുന്ന എങ്ങനാ? പ്രായപൂർത്തിയായ 15ഉം 18ഉം വയസ്സുള്ള മകള് നിന്റെ വീട്ടിലൂടെ നടക്കുന്നത് എങ്ങനാ? ഔറത്ത് മറച്ചിട്ട? നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങുമ്പോ നീ പൊതച്ചോണ്ടിറങ്ങും. അകത്തോ നിന്റെ മോൾ എങ്ങനെ ആമിന നടക്ക? എടാ ചിന്തിച്ചു നോക്ക്. നിന്റെ മകൻ 15 വയസ്സുള്ള ഒരു പെൺകുട്ടി നിന്റെ വീട്ടിലുണ്ട്. 19 വയസ്സുള്ള 18 വയസ്സുള്ള നിന്റെ മോൻ നിക്കർ വിട്ടുകൊണ്ട് നടക്കുന്നു സ്വന്തം പെങ്ങളുടെ മുന്നിലൂടെ. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണെന്ന് നീ പഠിച്ചിട്ടില്ലേ വാപ്പ? നീ എന്തേ പഠിച്ചിട്ടില്ലേ? സ്വന്തം കൂടപ്പറപ്പിന് കാണാമോ നിന്റെ ഔറത്ത്? എടാ സഹോദരന് സഹോദരിയുടെ ഔറത്ത് കാണാമെന്ന് ഏതെങ്കിലും കിതാബി പറഞ്ഞിട്ടുണ്ടോ? 15 വയസ്സുള്ള പെൺകുട്ടിയുടെ മുന്നിലൂടെ 20 വയസ്സുകാരൻ നിക്കർ വിട്ടിട്ട് ഷഡ്ഡി ഇട്ടിട്ട് നടക്കുക, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല. 15 വയസ്സുള്ള മകള് ടീഷർട്ട് വിട്ടിട്ട് സ്വന്തം കൂടപ്പറപ്പിന്റെ മുന്നിലൂടെ, വാപ്പാടെ മുന്നിലൂടെ ഔറത്ത് മറയ്ക്കാതെ നടക്കുമ്പോ, മാറിടം പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുമ്പോ ഇത് തെറ്റാണെന്ന് പറയാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഉമ്മാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? വാപ്പാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? എന്താ തിരിയാത്ത? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. വാപ്പാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ റൂമിനകത്ത് അനുവാദം ചോദിക്കാതെ കയറരുത്. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ വാതിലിൽ തട്ടിയിട്ട് ചോദിക്കണം, ഞാൻ കേറി വരട്ടെ എന്ന് അനുവാദം ചോദിക്കാതെ കേറരുത്. അള്ളയാ പറഞ്ഞേ. ഇത് 45 വയസ്സുകാരനോടല്ല, 18 വയസ്സുള്ളവനോടല്ല. പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം കൽപ്പിക്കേണ്ടത് 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ ഉമ്മയുടെ ബാപ്പയുടെയും റൂമിൽ തട്ടി ചോദിക്കണം, ഞാൻ കേറി വരട്ടെ. എപ്പോഴാ 3 സമയം? 1 സുബഹിന്റെ മുമ്പുള്ള സമയം, വെളുപ്പാങ്കാലം. 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിലും ചോദിച്ചിട്ടേ കയറാവൂ. എന്തുകൊണ്ട്? ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ രാത്രി കിടക്കുമ്പോ മുണ്ടൊക്കെ ഉടുത്തിയിട്ട് കിടക്കും. നമ്മൾ രാത്രി ആണുങ്ങളൊക്കെ കിടക്കുമ്പോ മുണ്ടൊക്കെ ഉടുത്തിട്ട് കിടക്കും. രാവിലെ നോക്കണം, പടച്ചവനെ ഉറക്കത്തിൽ നിന്ന് ആദ്യം എഴുന്നേക്കുമ്പോ തിരയുന്നത് ഈ മുണ്ട. കട്ടിലിനടി കിടക്ക, കടപ്പുറത്ത് കിടക്കണ പോലെ കിടക്ക, മദാമ കിടക്കണ പോലെ വാപ്പ. സായിപ്പ് വന്ന് കിടക്കുന്ന ഉമ്മ കിടക്കണ കാര്യമൊന്നും ഞാൻ പറയണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മുടെ ഔറത്ത് തുറന്നു കിടക്കുകയാ. ഈ സമയത്ത് 5 വയസ്സുള്ള ഒരു മകള് റൂമിനകത്ത് കയറി വന്ന വാപ്പാടെ ഔറത്ത് കാണുമ്പോ ഒന്ന് ആലോചിക്കേ. ഉമ്മയുടെ ഔറത്ത് കാണാൻ പാടില്ല. എടാ ഇനി എന്തിന്? എടാ 40 വയസ്സുള്ളവൻ തന്റെ ഉമ്മയുടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ നമുക്ക്? നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ഉപ്പയല്ലേ, അവരുടെ ഔറത്ത് കണ്ടാൽ ഒരു മക്കൾക്കും ഒന്നും തോന്നാറില്ല. എന്നാലും അള്ളാഹ് പറഞ്ഞ് കാണണ്ട. ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടേതാണെങ്കിലും ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ പോലും കാണാൻ പാടില്ല എന്ന് പറയുമ്പോ എന്തേ ഉമ്മ നിനക്ക് തിരിയാത്തത്? നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും മറച്ചു നടക്കുന്ന നീ നിന്റെ മക്കളുടെയും നിന്റെ ഭർത്താവിന്റെ നിങ്ങൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയുന്നു, തിരുത്തിക്കോ പാവം. നിന്റെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന തെറ്റുകൾ നീ തിരിക്ക്. നാട്ടുകാരുടെയല്ല, സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും തെറ്റ് നീ തിരുത്തി കൊടുത്തില്ലെങ്കിൽ, നീ ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇത്രയും വലിയ പള്ളി കെട്ടുന്നു. പള്ളിയൊക്കെ നല്ലതാ സഹോദര, പള്ളിയൊക്കെ വലുതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മനോഹരമായി പള്ളി കെട്ടുന്ന ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിത്തത്തു അശിയാ മിൻ ഗരീബാ ഫീ സിത്തത്തി മവാദിഅ.
നാട്ടുകാർക്കുള്ള ഒരു ഉത്തരവാദിത്തം പഠിച്ചോ. ഇനി ഒരു ഉത്തരവാദിത്തം കൂടെ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങൾ ഇരുന്ന് കരയുകയാ. 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങൾ ഇരുന്ന് തേങ്ങുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ കണ്ണീര് നിങ്ങൾ സൂക്ഷിക്കണേ, ആ കണ്ണുനീര് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 6 എണ്ണമാണ് മുത്തുനബി പറഞ്ഞു തന്നത്. 2 എണ്ണം പറഞ്ഞു തരാ. 1 ആണുങ്ങൾക്കുള്ളതാണ്, 1 പെണ്ണുങ്ങൾ സൂക്ഷിക്കാനുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ കണ്ണീര് നിങ്ങൾ സൂക്ഷിക്കണേ. ഇത് നിങ്ങളെ നശിപ്പിച്ചു കളയും, ഇത് നിങ്ങളെ തകർത്ത് കളയും. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, സ്വഹാബാ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അൽ മസ്ജിദു ഗരീബ ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ. അല്ലാഹുവിന്റെ പള്ളികളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭവനങ്ങളുണ്ടല്ലോ, ആ പള്ളിയിൽ ജനങ്ങളെ നിസ്കരിക്കാതെ വന്നാൽ, ഇത്രയും മനോഹരമായ കോടികൾ കൊടുത്തിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഈ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നില്ലേ? ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന ആണുങ്ങള്, നിസ്കാരം നിർബന്ധമുള്ള നിങ്ങള് ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നില്ലെങ്കിൽ ഈ പള്ളി കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.